അങ്ങനെ അവസാനം നമ്മൾ 2 റെഡ് ടെയിൽ ജയന്റ് ഗോരാമിനെ വാങ്ങിച്ചിരിക്കുകയാണ്. കുറേ നാളായിട്ട് നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു വെറൈറ്റി ആയിരുന്നു. നമ്മളെപ്പോഴൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ റേറ്റ് കാണുന്നത് വളരെ ഹയ്യർ റേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 600, 700, 800, 900 ആ ഒരു റേഞ്ചൊക്കെയാണ് സിംഗിൾ പീസിന്. അപ്പോഴാണ് ഈ ഒരു അടുത്ത് നമുക്കൊരു ജയന്റ് ഗോരാമി ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നത്. മാത്രമല്ല അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അവരുടെ കയ്യിൽ എല്ലാ വെറൈറ്റികളും ഉണ്ട്. ബ്ലാക്ക്, പിങ്ക്, അതുപോലെ തന്നെ ആൽബിനോ, റെഡ് ടെയിൽ. റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല ഇമ്പ്രസ്ഡ് ആയി. പല സൈസിലുള്ളത് അവൈലബിൾ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ട റേറ്റുകളെല്ലാം വളരെ ഹൈ റേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 800, 900 അതൊക്കെ ചിലപ്പോൾ വലിയ പീസുകളായിരിക്കാം. എന്തായാലും നമുക്ക് വേണ്ടിയിരുന്നത് ചെറിയ സൈസും ചെറിയ പ്രൈസിന് കിട്ടുന്നതുമാണ്. അങ്ങനെ അവസാനം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 എണ്ണത്തിന് തന്നെ കിട്ടി. ഇതാണ് നമ്മൾ വാങ്ങിയ 2 ചെറിയ 2 ഇഞ്ച് സൈസ് വരുന്ന റെഡ് ടെയിൽ ജയന്റ് ഗോരാമികൾ. ഇതിന് ഒരെണ്ണത്തിന് പ്രൈസ് വന്നത് 300 രൂപയാണ്. അങ്ങനെ നമ്മൾ 2 എണ്ണത്തിന് വാങ്ങി ടോട്ടൽ 600 രൂപയ്ക്ക് നമുക്ക് 2 റെഡ് ടെയിൽ ജയന്റ് ഗോരാമികൾ കിട്ടി, 2 ഇഞ്ച് സൈസ് വരുന്നത്. നമ്മൾ ഈ ചെറിയ 2 റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെ വാങ്ങിയ ആ ഒരു ജയന്റ് ഗോരാമി ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ ബ്രീഡേഴ്സും ഒന്നും റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെ ബ്രീഡ് ചെയ്യിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബ്രീഡ് ചെയ്യിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കൂടുതൽ സ്ഥലങ്ങളിലും വിൽക്കുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെയാണ്. അത് ചെറുതാണെങ്കിലും വലിയ സൈസ് ആണെങ്കിലും ഇവരുടെ ഫാമിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെ ബ്രീഡ് ചെയ്യിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 1 ഫീറ്റിന് മേലെ സൈസ് വരുന്ന 5-6 പീസിനെ ഒരു ടാങ്കിൽ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ റെഡ് ടെയിൽ ജയന്റ് ഗോരാമികൾ വലിയ സൈസാണ്. അതിനകത്ത് ബ്രീഡിംഗ് കേജും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ബ്രീഡ് ചെയ്യിച്ച് ഇറക്കിയ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പല ടാങ്കുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 ഫ്രഷ് പീസിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആംബിയൻസിലാണ് ഈ മീനുകളെല്ലാം അവിടെ കിടക്കുന്നത്. ഫാമിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വളരെ വലിയ സ്പേസ് ആയിരിക്കും. അതുപോലെ തന്നെ ആൽഗയൊക്കെ അടിച്ച് കിടക്കുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെള്ളമായിരിക്കും. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മീനുകളാണ്, ഹാപ്പി ആൻഡ് ഹെൽത്തിയാണ്. അത് അവർക്ക് എടുക്കുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ടാങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്നാണ് ഫ്രഷ് ആയിട്ടുള്ള പീസുകളെ അവർ നമുക്ക് പിടിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഇവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടബുകളിലേക്ക് മാറ്റുന്ന വീഡിയോ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു 2 ഇഞ്ച് സൈസ് വരുന്ന റെഡ് ടെയിൽ ജയന്റ് ഗോരാമികളെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും നമ്മൾ കാണിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഗൂഗിൾ മാപ്പ്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടവർ നമ്മൾ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ റെഡ് ടെയിൽ ജയന്റ് ഗോരാമിയെ വാങ്ങിക്കാനായിട്ട് നോക്കിയിരുന്നവർക്കൊക്കെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഫാം നേരിട്ട് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഓൺലൈൻ ആണ് എന്നുണ്ടെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. മിനിമം ഒരു 10-15 പീസൊക്കെ എടുക്കേണ്ടി വരും.